കുവൈറ്റ് ദിനാറ് KWD 290 രൂപയാണ് ഇന്ത്യൻ വാല്യൂ എന്ന് പറയുന്നത്. ഡോളറിന് 90 രൂപ. ദിനാറിന്റെ അത്രയൊന്നും വാല്യൂ ഇല്ലാത്ത ഡോളറിൽ എന്തുകൊണ്ടാണ് ആൾക്കാർ ട്രേഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താണ് അതിലിങ്ങനെ ആൾക്കാർക്ക് ഇത്രയും താല്പര്യം വരാനുള്ള കാരണം എന്താണ്? ഏറ്റവും വലിയ റീസൺ എന്താണെന്ന് വെച്ചാൽ ഡോളർ എന്ന് പറഞ്ഞാൽ ലോകത്ത് എല്ലായിടത്തും വ്യാപിച്ചെടുക്കുന്ന ഒരു കറൻസിയാണ്. ഒരു ട്രേഡിങ്ങിന്റെ ഭാഗത്ത് കൂടെ നോക്കുമ്പോൾ ഡോളറിനെ പറ്റി പറയാന്നുണ്ടെങ്കിൽ ഡോളറിൽ നമ്മൾ സ്പ്രെഡ് കുറവാണ്, ടൈറ്റ് സ്പ്രെഡ് ആവും, പിന്നെ ലിക്വിഡിറ്റി കൂടുതലാണ്, ട്രാൻസാക്ഷൻസ് സുഖമാണ്. ഒരുവിധം എല്ലാ കറൻസിയിലോട്ടും GBP ആണെങ്കിലും യൂറോ ആണെങ്കിലും AUD ആണെങ്കിലും വേറെ ഏത് കറൻസിയിലോട്ടും ട്രാൻസാക്ഷൻസ് നടക്കുന്നത് ഇതാണ് USD യിലാണ്. അപ്പൊ ആ ഒരു സുഖകരമായിട്ടുള്ള നടത്തിപ്പും ഇതിന്റെ ഒരു പോസിറ്റീവ് ആണെന്ന് തന്നെ പറയാം. പിന്നെ മറ്റൊരു കാര്യം, ഈ ദിനാറ് അതുപോലത്തെ GCC കൺട്രികളുടെ കറൻസികളിലൊക്കെ അവിടുത്തെ ഗവൺമെന്റ് നിയന്ത്രിക്കുന്ന തലത്തിലാണ് ഇതിന്റെ കാര്യങ്ങളുടെ പോക്കാത്. അതിന്റെ മൂല്യം കൂടുതലും കുറയലും ഒക്കെ അവിടുത്തെ ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിലാണ്. എന്നാൽ USD സംബന്ധിച്ചിടത്തോളം, ഡോളറിനെ സംബന്ധിച്ചിടത്തോളം വേൾഡ് വൈഡ് മാർക്കറ്റിനെ ബേസ് ചെയ്തിട്ടാണ് USD ഇപ്പോൾ മൂവ് ചെയ്യും. അതായത് ലോകത്ത് നടക്കുന്ന കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടാണ് USD മൂവ് ചെയ്യുക. അത് തന്നെയാണ് ഇതിന്റെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം.